ഹലോ മീഡിയോസ്. അപ്പോൾ വിലപ്പെട്ട ഒരു സൗഹൃദത്തിൻ്റെ സമ്മാനമായിട്ട് എനിക്കൊരു സ്റ്റേജ് ഷോ കാണാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഒരു ഗോൾഡൻ പാസ് എനിക്ക് കിട്ടി. നമ്മുടെ പാട്ടുകാരൻ സുദീപ് കുമാറിനെ എല്ലാവർക്കും അറിയാം. സുദീപ് സാർ, അതുപോലെ അഫ്സലും, അവരുടെ ഒരു മെലഡി ഒരു സോങ് നമ്മുടെ അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നുണ്ടായിരുന്നു. 26-നായിരുന്നു. അപ്പോൾ അതിനെനിക്കൊരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സൗഹൃദത്തിൻ്റെ ഇതിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ സാഹചര്യം ഒരു എന്താ പറയുക, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡാൻസ് ക്ലാസ്സിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ഒരു കോൾ ചെയ്ത സോഫിയ കലാമണ്ഡലം, സോഫിയ മിസ്സിനെ വിളിച്ചതിൻ്റെ പേരിൽ അന്ന് മുതൽ ഞങ്ങളൊരു ചെറിയ സൗഹൃദം തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സൗഹൃദമായിരുന്നു. അപ്പോൾ മാമിൻ്റെ ഹസ്ബൻഡ് കൂടിയാണ് സുദീപ് സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു മൺസൂൺ മെലഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനം, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് അത്ര ഒരു തൃപ്തി അല്ലാതിരുന്നൊരു ടൈമിനാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നേരം ഉണ്ടല്ലോ മറ്റൊരു ലോകത്തായിരുന്നു. അത്രയ്ക്ക് കിടിലം പ്രോഗ്രാമായിരുന്നു. പാട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഓർക്കസ്ട്ര, എൻ്റെ അമ്മി ഒരു രക്ഷയില്ലാത്ത ഓർക്കസ്ട്രയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഈ അസീസിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീക്കറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതിന്. അപ്പം എപ്പോഴും കാണും ഈ കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഒരിക്കലും ഇവിടെ ഒന്ന് കയറാൻ പറ്റുമോ എന്ന് മനസ്സിൻ്റെ ഇട്ടാവിട്ടത്ത് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റി, അവിടെ ഇരിക്കാൻ പറ്റി. പക്ഷേ അടിപൊളി ചെയറൊക്കെയാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ മീൻസ് അത്യാവശ്യം ഭയങ്കര കാശുള്ളവരൊക്കെ ആണല്ലോ ഇവിടെയൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളോ അല്ലെങ്കിൽ റിസപ്ഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടത്തും. അപ്പം നമുക്കൊരു ക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ യാദൃശ്യമായ സോഫിയ മാഡത്തിനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് എനിക്ക് അങ്ങനെ ഒരു പാസ് കിട്ടിയതും എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതും. അതുമാത്രമല്ല, ഒരു 3 മണിക്കൂർ നേരം ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒട്ടുക്കത്തെ പോസിറ്റീവായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കൂടിയായിരുന്നു അവിടെ അന്ന് അവർ പാടിയതെല്ലാം. എല്ലാം തന്നെ അടിപൊളി പാട്ടുകളായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് വരുന്നുണ്ട്. ഇത് ഒരു പാട്ട് മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപാര കഴിവുള്ളവരാണ് കേട്ടോ സുദീപ് സാറിന്. ശരിക്കും ദാസേട്ടൻ്റെ വോയിസിനോട് ഭയങ്കര സാമ്യതയായിരുന്നു. സുദീപ് സാർ അടിപൊളി പാട്ടുകളൊക്കെ പാടി. എന്തായാലും എല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോ സെഷൻ അതെനിക്ക് എവിടെയാണെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ സോഫിയ മാമിനോട് ഒത്തിരി താങ്ക്സ് പറയുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ശരി, ടാറ്റ.